സർക്കസിലെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു സർക്കിൾ വരച്ചിട്ട് അതിലെ രണ്ട് കോഡുകൾ, രണ്ട് ഞാണുകൾ ആ വൃത്തത്തിന്റെ ഉള്ളിൽ കൂട്ടിമുട്ടിയാൽ ഉണ്ടാകുന്ന ഈ ഈ ഞാണിന്റെ ഭാഗങ്ങളുടെ പ്രത്യേകത. AB എന്ന ഒരു ഞാണും CD എന്ന മറ്റൊരു ഞാണും, രണ്ട് കോഡുകൾ ഞാണുകൾ അവർ വൃത്തത്തിന്റെ ഉള്ളിൽ കൂട്ടിമുട്ടും. അപ്പോ AB എന്നുള്ളത് രണ്ടായി മുറിഞ്ഞു, AP യും PB. CD യും അതുപോലെ രണ്ടായി മുറിഞ്ഞു, CP PB. ഇവരുടെ പ്രത്യേകതയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. AB യും CD യും സർക്കിളിന്റെ ഉള്ളിൽ P എന്ന പോലെ കൂട്ടിമുട്ടിയാലുണ്ടാവുന്ന ഈ നാല് കഷ്ണങ്ങളുടെ, നാല് ഭാഗങ്ങളുടെ PA PB PC P ഇവരുടെ പ്രൊഡക്റ്റ് ഗുണിതം തന്നെയായിരിക്കും ഇവരുടെ ഗുണിതം. PA യും PB യും ഗുണിച്ചാലും PC യും PD യും ഗുണിച്ചാലും സെയിം ആയിരിക്കും. PA into PB സമം PC into PD എന്ന് തെളിയിക്കുക. ഈ രണ്ടിന്റെ ആണുകൾ വൃത്തത്തിനുള്ളിൽ കൂട്ടിമുട്ടി എങ്കിൽ PA into PB സമം PC into PD എന്ന് തെളിയിക്കാം. ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ആദ്യം ചെയ്തത് AD യും BC യും യോജിപ്പിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ AD ആൻഡ് BC. ഇതാണ് ഊസി എടുക്കാം. ഇപ്പോ രണ്ട് ട്രയാങ്കിളായി, രണ്ട് ത്രികോണായി. APD യും BCP യും. ഓക്കെ, ഈ രണ്ട് ത്രികോണങ്ങളുടെ പ്രത്യേകത, ഈ ത്രികോണത്തിലെ ഈ കോൺ D ആ ത്രികോണത്തിലെ കോൺ D ക്ക് തുല്യമാണ്. കോൺ D സമമായിരിക്കും കോൺ D. കാരണം നമ്മൾ പഠിച്ചു, ഒരു വൃത്തത്തിലെ ഒരു ഞാണ്, ഒരു ചാപം അല്ലെങ്കിൽ ഒരു ഞാണ് മറു ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളൊക്കെ തുല്യമാണ് അല്ലെ. AC ആലോചിച്ച് നോക്കാം. ഏത് ഇസിയിലേക്ക് വരച്ചാൽ അതൊരു ഞാണാണ്, കോണാണ്. ആ AC ഉണ്ടാക്കുന്ന ആംഗിൾ ആണിത്. അതുപോലെ AC ഉണ്ടാക്കുന്ന മറ്റേ ആംഗിൾ ആണ് ഇത്. രണ്ടും സെയിം ആണ്. അതുപോലെ ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആണ്. A യും C. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ C. അതും ഇതേ ഒരു ഞാണ് അതിന്റെ അല്ലെങ്കിൽ ഒരു ചാപം അതിന്റെ മറു ചാപത്തിൽ ഉണ്ടാകുന്ന കോണുകളൊക്കെ തുല്യമാണ്. ഈ ത്രികോണത്തിൽ ഈ കോൺ അതിൽ ആ കോൺ തുല്യമാണ്. ഇതിന്റെ ഓരോ കോണുകൾ തുല്യം. ഇതിൽ രണ്ടാമത്തെ കോൺ അതിൽ രണ്ടാമത്തെ കോൺ തുല്യമാണ്. അപ്പൊ ഇതിന്റെ രണ്ട് ആംഗിൾസ് അതിൽ രണ്ട് ആംഗിൾസ്. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിൾ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ആംഗിൾസ് ഈക്വലോ. കാരണം 3 കൂട്ടിയാൽ 180 ഡിഗ്രി അല്ലേ. അപ്പോ ഇതിന്റെ മൂന്ന് ആംഗിൾസ് പരസ്പരം തുല്യമാണ്. അതുകൊണ്ട് ഈ ത്രികോണങ്ങൾ എന്താണ്? സദൃശ ത്രികോണങ്ങളാണ്, സിമിലർ ട്രയാങ്കിൾ. ഇതിന് വേണ്ട APD, ത്രികോണം APD. അതിന്റെ പേര ത്രികോണം BCP അല്ലെ. ഇത് രണ്ടും സദൃശ ത്രികോണങ്ങളാണ്, സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പൊ ഇത് സിമിലർ ആണ്. സിമിലർ ആണെങ്കിൽ സദൃശാണെങ്കിൽ തുല്യമായ കോണുകൾക്ക് അതിന്റെ വശങ്ങൾ ആനുപാതികമായിരിക്കും, സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റിയാണ് പറയാൻ നോക്കാം. ഇതാണ് ആൻസർ കിട്ടുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ചെയ്യുന്നത് ഇതും ഇതുമല്ല തുല്യം. ഇതും ഇതുമാണ് അല്ലേ. ഇതും ഇതും സെയിം ആണ് അല്ല. ഇതും ഇതും സെയിം ആണ് അല്ല. അപ്പോ തുല്യമായ കോണിലാണ് തുടങ്ങുന്നത്. ഇവിടെ ഇവിടെ തുല്യമാണല്ലോ. ഇത് ഈ ത്രികോണത്തിന്, അത് ആ ത്രികോണത്തിൽ. ഇതിന്റെ എതിർവശം ഈ ത്രികോണത്തിൽ പറയാം, ഇതിന്റെ എതിർവശം ഈ ത്രികോണത്തിൽ. ഇതിന്റെ എതിർവശം ഏതാ? PD. ഇതിനോ PB. അപ്പൊ PD ബൈ P ആനുപാതികമാണ്. PD ബൈ P സമമായിരിക്കും. ഇത് അവിടെ തുല്യമാണല്ലോ. ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ, ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ. ഇവിടുന്ന് PA ബൈ PC, PA ബൈ PC. ഓക്കെ, ഇതാണ് ആനുപാതികം. ഈ മൂന്നാമത്തെ ഉണ്ട്, അതിന്റെ ആവശ്യമാണ്. ഇനി ക്രോസ് ചെയ്താ, ക്രോസ് ചെയ്തോക്കാം. PA ഗുണം PB സമം PC ഗുണം P. അതുകൊണ്ട് PA into PB സെയിം ആണ് PC into P. ഓക്കെ, അതായത് ഒരു സർക്കിളില് രണ്ട് കോഡ്, രണ്ട് ഞാണുകൾ ഉള്ളിൽ കൂട്ടിമുട്ടിയാൽ
അത് ആ ഞാണുകളിലെ 2 ഞാണുകൾ 4 കഷ്ണം. ഈ ഞാണിന്റെ 2 കഷ്ണങ്ങളുടെ ഗുണനഫലം തന്നെയായിരിക്കും ഈ ഞാണിന്റെ 2 കഷ്ണങ്ങളുടെ ഗുണനം. ഓക്കെ, ഒരു സർക്കിള് 2 കോഡ്സ് പി ഇന്റർസെക്ട് ചെയ്തു. പി എ ഇൻറ്റു പി ബി, ഇതാണ് പി എ, അതിന്റെ ബാക്കിയാണ് പി ബി. ഇത് എത്രയോ നീളം ഉണ്ടാവും, എത്രയോ സെന്റിമീറ്റർ ആണ് അറിയില്ല. ഇതും അതുപോലെ നീളം എത്രയോ ആണ് അറിയില്ല. അതുപോലെ ഇത് പി സി ആണ്, ഇത് പി ഡി ആണ്. ഇത് 4 അളവുകളാണ് അല്ലെ. ഇവരെ കുറിച്ചാൽ എത്രയാണോ അത് തന്നെയായിരിക്കും ഇവര് കുറിച്ചത്. ഇത് 4, ഇതൊരു 25 ഡിഗ്രി. ഓക്കെ, ഇത് 4 സെന്റിമീറ്റർ, ഇത് 25. 4 × 25 എത്രയാ? 100. 100 അല്ലേ? എങ്കിൽ ഇത് കുടിച്ചാലും 100 ആയിരിക്കും. അതാണ് ഈ ഉത്തരം. ഇത് കുടിച്ചാൽ 100 എന്ന് പറഞ്ഞാൽ ഇത് 4, ഇത് 25 തന്നെ ആവുന്നില്ല. ചിലപ്പോ ഇത് 5, 20 അല്ലെ. 50, 2 അങ്ങനെയാവും. കുടിച്ചാൽ 100. ഓക്കെ, ഇതൊരു 20, ഇത് ഒരു 5. 20 × 5 തന്നെയല്ലേ 4 × 25. ഇതാണ് തിയറം പറയുന്നത്. ഈ ഞാണുകളുടെ ഭാഗങ്ങളുടെ ഗുണനഫലങ്ങൾ പരസ്പരം തുല്യമായിരിക്കും. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു വൃത്തത്തിലെ 2 ഞാണുകൾ വൃത്തത്തിനുള്ളിൽ മുറിച്ചു കടക്കുമ്പോൾ 2 ഞാണുകളുടെയും ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണനഫലം തുല്യമാണ്. If 2 chords of a circle intersect within the circle, then the products of the parts of the 2 chords are equal. Okay, ഒരു ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ എ ബിയും സി ഡിയും പിയിൽ കണ്ടിരിക്കുന്നു. പി ബി 12 ആണ്, എ ബി 15 ആണ്, പി സി 4 സെന്റിമീറ്റർ. ഓക്കെ, കണ്ടുപിടിക്കുന്നത് പി എ കാണും, സി ഡി കാണും, പി ഡി കാണും. പറഞ്ഞു തന്നിരിക്കുന്ന അത് കൊടുക്കാം. പി ബി ഇത് 12 ആണ് അല്ലെ. എ ബി 15 ആണ്. എ ബി ഏതാ? ഇവിടുത്തെ ഇവിടം വരെ 15 ആണ്. പി സി എത്രയാ? പി സി 4 ആണ്. കണ്ടുപിടിക്കുന്നത് പി എ ഇത് കാണും, സി ഡി മുഴുവൻ കാണും, അതുപോലെ പി ഡിയും കാണും. ഇവിടെ നമുക്കറിയാം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഈ 4 എണ്ണം 2 കോഴ്സിന്റെ 2 ഞാണുകളുടെ 4 കഷ്ണങ്ങളാണ്. ഈ 4 കഷ്ണങ്ങളിൽ ഏതെങ്കിലും 3 കഷ്ണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് 4ാമത്തെ കാണാം. പി എ പി ബി പി സി പി ഡി, ഇതിൽ 3 എണ്ണം അറിഞ്ഞാലേ 4ാമത്തെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതറിയാം? പി സി അറിയാം, പി ബി അറിയാം. ഇനി പി എ അല്ലെങ്കിൽ പി ഡി ഏതെങ്കിലും ഒന്ന് അറിഞ്ഞേ പറ്റും. പി എ ഒന്നുമില്ല. പിന്നെ 12 4 15. ഇത് 4 ആണ്, ഇത് 12. 15 ഏതാണോ? ഇത് മുഴുവൻ 15. എ ബി ആണ് 15. ഇതിൽ എ ബി ഉണ്ടാവില്ല. പക്ഷെ അത് 12ഉം ഇത് 15 ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം പി എ എത്രയാണെങ്കിൽ ബാക്കി 3 ഉണ്ടാവും അല്ലെ. മൊത്തം 15 അല്ലേ, അതിൽ ഇത് 12 ബാക്കി. അപ്പൊ നമുക്ക് കിട്ടിയത് ഇത് 3. ഓക്കെ, അപ്പൊ പി എ അപ്പൊ 1 2 3 അറിയാം. എങ്കിൽ നമുക്ക് ആരെ കിട്ടും? 4ാമത് പി ഡി. ഇത് കിട്ടും. പി ഡി കിട്ടിയാൽ എന്താ ബാക്കി സി ഡി. പി എ എത്ര? പി എ 3. പി ബി എത്രയാ? 12. പി സി എത്രയാ? 4. പി ഡി അറിയില്ല, വേണ്ട. ഇത് 36 അല്ലേ. 36 = 4 × പി ഡി അല്ലേ. അപ്പൊ 36 ഇവിടെ ചെയ്താ പി ഡി ഇവിടെ ഇൻറ്റു 4 കൊടുക്കുമ്പോ ബൈ 4. 36 4 9 അല്ലേ. അപ്പൊ പി ഡി കിട്ടി. പി ഡി എത്രയാണ്? 36 4 9. പി ഡി ഇത് 50 ആണ്. അപ്പൊ നമുക്ക് സി ഡി കാണും. സി ഡി ഈക്വൽ ടു 9 3 കൂട്ടിയ പോലെ അത് കിട്ടാം. ഇത് മൊത്തം 9ഉം അപ്പൊ നമുക്ക് വേണ്ടുന്ന സി ഡി. സി ഡി അതിന് കിട്ടാം. ഇതും കൂട്ടാം. 9ഉം 4ഉം കൂട്ടാം 13 അല്ലേ. ഇത് മൊത്തം നീളം 13 ഉണ്ട്. ഇത് മൊത്തം 15. ഇതിനേക്കാൾ നീളം കുറവാണ് അല്ലേ. ഇത് മൊത്തം 13 ഉള്ളൂ, ഇത് 15. എന്നാലും ഞാനുകളുടെ നീളം വ്യത്യസ്തമാകാം. പക്ഷെ അവരുടെ പ്രത്യേകത
ആ രണ്ട് ഭാഗങ്ങൾ ഗുണിച്ചാൽ എത്രയാണോ അത് ഇതിലേക്ക് ഗുണിച്ചു. ഇതിന്റെ 12 × 3 36, 9 × 4 36. ഓക്കെ, അപ്പോ PA × PB = PC × BD അല്ലെ? ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്, ചിത്രരൂപത്തിൽ കാണിച്ചത്. ഇത് PA × BC. ഇവര് ഗുണിച്ചാലും ഉത്തരം സെയിം ആണ്. ഈ രണ്ട് നമ്പർ ആവണമെന്നില്ല, ഈ നമ്പർ ആയ കുഴപ്പമില്ലല്ലോ അല്ലെ? ഇത് 4 സംഖ്യകളാണ്. ഓക്കെ, അപ്പോ 20 × 5 തന്നെയല്ലേ 25 × 4 100 അല്ലെ? അപ്പൊ നമ്മൾ ഇതിലൊന്ന് 20, ഒന്ന് 4, ഒന്ന് 5, 25 ആക്കണം. ഓക്കെ, ഇതിനെ 25 ഉം 4 ആക്കും. ഇതിനെ 20, 5, ഇത് 5 ആക്കുക, 20 ആക്കുക. 25 ഗുണിച്ചാൽ 100, 25 4 ഗുണിച്ചാൽ 100 അല്ലെ? ഇനി 20 ഉം 5 ഉം ലെങ്ത്തും ബ്രെഡ്ത്തും ആയി വരുന്നത് ചതുരം വിചാരിക്കും, റെക്ടാങ്കിൾ. ഇത് 20 ആണ്, ഇത് 5 ആണ്. ഇതിന്റെ ഏരിയ എത്ര വരിക? പരപ്പളവ് 20 × 5 വരിക, എത്ര വരിക? 25 4 25 ഉണ്ട്, ഇതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട് അല്ലെ? ലെങ്ത് കുറച്ച് കൂടും, ഇതിന്റെ ബ്രെഡ്ത്ത് കുറച്ച് കുറയും. ഇത് 25 × 4 അതും. അപ്പൊ ഇതിന്റെ ഏരിയ പരപ്പളവും ഇതിന്റെ പരപ്പളവും സെയിം ആണ്. ഈ ലെങ്തും ബ്രെഡ്ത്തും അല്ല, ഈ ലെങ്തും. നമുക്കറിയാം 20 × 5 തന്നെയാണ് 25 × 4. ഇത് ഗുണിച്ചാൽ സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഒരു ചതുരം വരച്ചു, ഇതുകൊണ്ട് വേറെ ചതുരം വരച്ചു, അവരുടെ ഏരിയ സെയിം ആണ് അല്ലെ? അത് ഇവിടെ നമ്മൾ ചെയ്യാം. 20 ഉം 5 ഉം ഇവിടുന്ന് ഇവിടെ വരെയാണ് 20, അത് ലെങ്ത് ആയിരിക്കും അല്ലെ? 20 ലെങ്ത്തും 5 ബ്രെഡ്ത്തും ആയിട്ട് ചതുരം വരണം. ഇതല്ലേ 20 5 ഒരു ചതുരം വരക്കണം. ഈ 20 നിർത്തുക. ഒരു ചതുരത്തിൽ 2 ലെങ്ത് 2 ബ്രെഡ്ത്ത് ഉണ്ടാവും. 20 ഉം ഓപ്പോസിറ്റ്, 5 ഉം 5 ഓപ്പോസിറ്റ്. 20 പറ്റിയത് 20 വരും. ഈ അതേ 5 നമ്മൾ ഇങ്ങോട്ട് 90 ഡിഗ്രി, ചതുരാകുമ്പോൾ 90 ഡിഗ്രി അല്ലേ? ഇങ്ങോട്ട് 90 ഡിഗ്രി വരക്കണം. ഇത് 5, അതേ 5 പടി വരച്ചു, 90 ഡിഗ്രി ആണ് വരച്ചു. ലെങ്ത് 20, ബ്രെഡ്ത്ത് ഇതേ അളവ് ഇങ്ങോട്ട് കൊടുക്കും. ഇത് 20 × 5 100. അതേമാതിരി 25 4 ഗുണിച്ചാൽ 100 ആണ്. 25നെ ലെങ്ത് ആയിട്ട് എടുത്തു, 4നെ ബ്രെഡ്ത്ത് ആയിട്ട് എടുത്തു. ഇതാ കേട്ടോ. ഇത് 25 4 ആണ്, ഇത് 20 5 ആണ്. 20 × 5 ഉം 25 × 4 സെയിം ആണ്. അതുകൊണ്ട് ഇവരെ കൊണ്ടുണ്ടാക്കുന്ന ചതുരങ്ങളുടെ ഏരിയാസ് പരപ്പളവുകൾ തുല്യമായി. അതായത് ഒരു വൃത്തത്തിലെ 2 ഞാണുകൾ വൃത്തത്തിനുള്ളിൽ മുറിച്ചു കടക്കുമ്പോൾ ഓരോ ഞാണിന്റെ ഭാഗങ്ങൾ വശങ്ങളായ ചതുരങ്ങൾക്ക് ഒരേ പരപ്പളവാണ്. If the chords of a circle intersects within a circle, then the rectangle formed by the parts of the same chords have equal area. Okay, അടുത്തത് ചിത്രത്തിൽ AB വ്യാസമാണ്, വൃത്തകേന്ദ്രമാണ്. P എന്ന ബിന്ദു വ്യാസത്തിലെ ബിന്ദുവാണ്. അതുപോലെ BC ABക്ക് ലംബമാണ്. PC ABക്ക് എന്താണ്? ലംബമാണ്. AB ഡയമീറ്റർ ആണ്. PC point on the diameter AB. PC is perpendicular to AB. Prove that PA × PB = PC square. Now PA ×
PB equal to PC square. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. നേരത്തെ നമ്മള് ഒരു സർക്കിളിൽ രണ്ട് കോഡ് AB-യും CD-യും അവര് ഉള്ളിൽ കൂട്ടിമുട്ടിയാൽ ഇവരുടെ ഭാഗങ്ങളുടെ പ്രോഡക്റ്റ് സെയിം ആവും. അതിനൊരു സർക്കിൾ ഉണ്ടാവണം, രണ്ട് കോഡ്സ് ഞാനും ഉണ്ടാവും. ഇത് സർക്കിൾ ഉണ്ട്, ഇത് ഒരു കോഡൊക്കെ, ഇത് കോഡായിട്ടില്ല. അപ്പൊ ഈ റിസൾട്ട് അപ്ലൈ ആയിട്ടില്ല. ഈ റിസൾട്ട് PA ന്റെ PB ഈക്വൽ ടു PC ന്റെ പിടിച്ചെങ്കിൽ രണ്ട് കോഡ് ഉണ്ടാവും. അതുകൊണ്ട് ഇതിനെ കോഡാക്കണം. PC യെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ്റ്റെൻഡ് PC ടു PC യെ ഡിയിലേക്ക് വെച്ചു. ഇപ്പൊ രണ്ട് ഞാളുകളാണ് വൃത്തത്തിന്റെ ഉള്ളിൽ പീല് കൂട്ടിയിരിക്കുന്നത് അല്ലേ? റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ റിസൾട്ട് പ്രകാരം എന്ന് പറയാം PA into PB ഈക്വൽ ടു PC into PD എന്ന് പറയാം. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. ഒരു സർക്കിള് രണ്ട് ഞാളുകൾ വൃത്തത്തിന്റെ ഉള്ളിൽ സർക്കിൾസിന്റെ ഉള്ളിൽ രണ്ട് കോഡ്സ് ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഭാഗങ്ങൾ ഗുണിച്ചാൽ പരസ്പരം തുല്യമായി. അപ്പൊ PA into PB ഈക്വൽ ടു PC into PD. അതിന് ഈക്വൽ ടു PC അതുപോലെ എഴുതി, PA into PB അതുപോലെ എഴുതി, PC അതുപോലെ എഴുതി. ഓക്കെ, ഈ PD യെ മാറ്റുകയാണല്ലോ. ഈ PD തന്നെ ആയിരിക്കും PC. ഇത് രണ്ടും സെയിം ആയിരിക്കും. കാരണം ഒരു സർക്കിളിൽ കേന്ദ്രം ഒരു ഞാണ് ഒരു കോഡ് ഇവിടുന്ന് ഇതിന്റെ നടുവിലേക്ക് വരച്ചാൽ ഈ സർക്കിളിന്റെ സെന്ററിന് കോഡിന്റെ നടുവിലേക്ക് വരച്ചാൽ 90 ഡിഗ്രി. ഇനി 90 ഡിഗ്രി വരച്ചാലോ അപ്പൊ നടുക്കാണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. 90 ആണെങ്കിൽ നടുക്ക്. ഇതൊരു സർക്കിളിന്റെ സെന്റർ അല്ലേ? ഇത് കോഡാണ്. ഒരു സർക്കിളിന്റെ സെന്ററിന് ഒരു കോഡിന്റെ നടുവിലേക്കാണ് വരക്കണമെങ്കിൽ 90 ഡിഗ്രി. ഇനി വരക്കണ 90 ഡിഗ്രി ആണെങ്കിലോ നടുവിലേക്കാണ്. ഇത് 90 ഡിഗ്രി ആണല്ലോ, അപ്പൊ ഇതിന്റെ സെയിം ആയിരിക്കും. അപ്പൊ PCയും PD സെയിം ആവും. PCക്ക് പകരം PD ചെയ്താൽ അല്ലെങ്കിൽ PDക്ക് പകരം PC ചെയ്താൽ ഈ മൂന്നെണ്ണം അതുപോലെ ഇനി ഈ PD യെ മാറ്റി എന്തൊരു PC കൊടുക്കും. PD തന്നെയാണ് PC. അപ്പൊ PCന്റെ PC എന്തായി മാറുന്നു? PC സ്ക്വയർ. എന്ത് വേണം? PC സ്ക്വയർ ആണെങ്കിൽ ഒരു സർക്കിള്, അതിന് ഡയമീറ്റർ, അതിലെ ബിന്ദുവിൽ നിന്ന് 90 പൊങ്ങിയാൽ PAയും PBയും ഗുണിച്ചാൽ ഇതിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. PA into PB ഈക്വൽ ടു PC സ്ക്വയർ ആവണമെങ്കിൽ ഒരു വൃത്തം ഉണ്ടാവണം, ഡയമീറ്റർ തന്നെയാവണം, വ്യാസമാവണം, അതിലൊരു ബിന്ദുവിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ പോകണം. അങ്ങനെയാണെങ്കിൽ ഇതും ഗുണിച്ചാൽ ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. ഇത് 12ഉം ഇത് 3 ആണെങ്കിൽ 12 3 ചെയ്തോ ഗുണിച്ചോക്കാം 36. PA into PB എത്രയാണ്? ഇത് ഗുണിച്ചാൽ 36 അല്ലേ? എങ്കിൽ ഇതിന്റെ സ്ക്വയർ 36 ആയിരിക്കും. അതായത് ഇത് 6 ആയിരിക്കും. ഇവർ തമ്മിൽ ഗുണിച്ചാൽ ഇതിന്റെ സ്ക്വയർ കിട്ടും. PAയും PBയും ഗുണിച്ചാൽ കിട്ടുന്നത് PC സ്ക്വയർ ആയിരിക്കും. അത് ഗുണിച്ചാൽ 36, അപ്പൊ അത് 6. ഇത് 50, ഇത് 2 ഗുണിച്ചോക്കാം 100 അല്ലേ? അത് ഇതിന്റെ സ്ക്വയർ 10, അപ്പൊ അത് 10 ആയിരിക്കും. ഇനി വേണ്ട, ഇത് 4 25 ഗുണിച്ചോക്കാം 100 അല്ലേ? അതിന്റെ റൂട്ട് എടുക്കുക. അതെ 10ന്റെ സ്ക്വയർ 100 അല്ലേ? അപ്പൊ 10. ഇതാ 20ഉം 5ഉം ഗുണിച്ചാൽ 100 ആണോ? ഇത് 10. ഇത് 8 ആണ്. 8 എങ്കിൽ ഇത് ഗുണിച്ചാൽ 8ന്റെ സ്ക്വയർ 64. 64 ഇത് 64 1 ഗുണിച്ചോക്കാം. ഇല്ലെങ്കിൽ ഇത് 32ഉം 2ഉം ആകാം അല്ലേ? അല്ലെങ്കിൽ 16ഉം 4ഉം ആകാം. ഇത് ഗുണിച്ചാൽ അതിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ 16 into 4 ഈക്വൽ ടു 8ന്റെ സ്ക്വയർ 60 അല്ലേ? ഇത് 16 ആണ്. ഇത് 4, ഇത് ഗുണിച്ചാൽ 64 കിട്ടും. അത് 8ന്റെ സ്ക്വയർ. അപ്പോ ഇതൊരു ചതുരമാക്കി എടുക്കുക. 16 4 ഒരു ചതുരമായാൽ ഇതിന്റെ ഏരിയ 16 into 4 അല്ലേ? 8 സ്ക്വയർ 8 സൈഡ് വരുന്ന സ്ക്വയർ ചെയ്തെടുക്കാം. 8 സൈഡായിട്ട് വരുന്ന 8 വശമായി വരുന്ന ഒരു സമചതുരം വിചാരിക്കും. ഓക്കെ, ഇതിന്റെ സൈഡൊക്കെ 8 ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ 8ന്റെ സ്ക്വയർ ആണ്. ഇതിന്റെ ഏരിയ 64, ഇതിന്റെ ഏരിയ 16 into 4 64. അതായത് ഈ രണ്ടെണ്ണം ലെങ്ത്തും ബ്രെഡ്ത്തും ആയ ഒരു ചതുരം വരച്ചാൽ അത്
ഇത് വശമായി വരുന്ന സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഏരിയക്ക് തുല്യമായി. 16 4 അല്ലേ? ഈ 16 അവിടെ നിർത്തുക. ഈ വലിപ്പം എത്ര ഉള്ള താഴോട്ട് വരക്കാം. ഇതാ ഇങ്ങോട്ട്. ഇപ്പൊ ഒരു ചതുരം കിട്ടില്ലേ? ഇത് 16 × 4 അല്ലേ? 16 × 4 എത്രയാണ്? 64. അതേ 64 കിട്ടുന്ന ഒരു സമചതുരം പണി വരും. ഇതിനെ ഇതേ വശമുള്ള ഒരു സമചതുരം ഫോം ചെയ്യും. ഇതിന്റെ വശമൊക്കെ 8 പറ്റുന്ന സ്ക്വയർ. ഇതിന്റെ ഏരിയ അതിന്റെ ഏരിയക്ക് സെയിം. വൃത്തത്തിലെ ഒരു വ്യാസത്തിന് അതിന് ലംബമായി ഒരു ഞാൻ മുറിക്കുന്ന ഭാഗങ്ങളുടെ ഗുണനഫലം ഞാനിന്റെ പകുതിയുടെ വർഗമാണ്. The product of the parts into which a diameter of a circle is cut by a perpendicular chord is equal to the square of half the chord. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ സമചതുരത്തിന്റെ പരപ്പളവ് ഈ ചതുരത്തിന്റെ പരപ്പളവ് സെയിമാണ്. അതായത് വൃത്തത്തിലെ ഒരു വ്യാസത്തിന് അതിന് ലംബമായ ഒരു ഞാൻ മുറിക്കുന്ന ഭാഗങ്ങൾ വശങ്ങളായ ചതുരത്തിന്റെ പരപ്പളവ് ഞാനിന്റെ പകുതി വശമായ സമചതുരത്തിന്റെ പരപ്പളവ് തുല്യമാണ്. The area of the rectangle formed of parts into which a diameter of a circle is cut by a perpendicular chord is equal to the area of the square formed by half the chord. അപ്പോൾ നോക്കാം, PA × PB = PC square അല്ലേ? ഡയമീറ്റർ വ്യാസമാവണം, ഇവിടുന്ന് 90 ഡിഗ്രി തന്നെ പോകണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് അല്ലേ, ഇതിന്റെ സ്കോർ സെയിം ആയിരിക്കും. ഇത് തമ്മിൽ ഗുണിച്ചാൽ ഇതിന്റെ സ്കോർ ആയിരിക്കും. ഇത് 8 ഇത് 2 ഗുണിച്ചോക്കാം 16. അപ്പൊ എത്ര ഉണ്ടാവും? 16 √ 4 അല്ലേ? ഇത് ഗുണിച്ചാൽ എത്രയാണോ അതിന്റെ റൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സ്കോർ എത്രയാണോ ആ സംഖ്യ ഇത് ഗുണിച്ചാൽ അല്ലേ? ഇത് 5 ഇതിന്റെ സ്കോർ എത്ര? 25. ഇത് ഗുണിച്ചാൽ 25 കിട്ടാം. അത് ചിലപ്പോ 25 × 1 ഇതാണ് എഴുതിക്കോ എഴുതിയോ. അപ്പൊ ഇത് ഗുണിച്ച എത്രയല്ല? 36. ഇത് ഗുണിച്ചാൽ അതിന്റെ സ്കോർ 36 അല്ലേ? അപ്പൊ എത്രയല്ല? 9 × 4 4 36 വരാം അല്ലേ? അല്ലെങ്കിൽ 12 × 3 വരാം അല്ലേ? അപ്പൊ ഇത് ഗുണിക്കാം 36. ആ 36 റൂട്ട് എത്രയാണ്? അതാണ് 50 2 ഗുണിച്ചാൽ 100 അല്ലേ? ആ 100 റൂട്ട് എടുക്കുക. അത് എത്രയാ? 10 അല്ലേ? അവിടെ അങ്ങനെയാണെങ്കിൽ ഇത് 5 ഇത് 2 ആണെങ്കിൽ ഇത് 5 ഇത് 2 ആണെങ്കിൽ ഗുണിച്ചാൽ 10 അല്ലേ? ആ 10ന്റെ റൂട്ട് എടുക്കുക. അതായിരിക്കും അല്ലേ? അപ്പൊ ഇത് റൂട്ട് 10 ആയിരിക്കും. എത്ര ഉണ്ടാവും? റൂട്ട് 10. അപ്പൊ റൂട്ട് 10 നീളമുള്ള രേഖ വരക്കാൻ പറഞ്ഞാല് ഗുണിച്ചാൽ 10 ആൾക്കാരെ കണ്ടെത്തിയാൽ മതി. ഇനിയിപ്പോ ഇത് 7 ഇത് 2 7 2 ഗുണിച്ചാൽ 14. ആ 14 റൂട്ട് എത്രയാണോ അതായിരിക്കും. 14 റൂട്ട് കറക്റ്റ് അറിയില്ല. അപ്പൊ ഇത് റൂട്ട് 14. ഇത് 32 ആണ് എഴുതിക്കോ. 32 2 ഗുണിച്ചാൽ 64 അല്ലേ? അപ്പൊ 64 റൂട്ട് കറക്റ്റ് നമുക്ക് അറിയാം. എത്രയാണ്? 8. അപ്പൊ കിട്ടും. ഇത് വേറെ സംഖ്യ 30 ആണെങ്കിലോ 30 × 2 നമുക്ക് കറക്റ്റ് അറിയാവുന്നതാണ്. 60 റൂട്ട് കറക്റ്റ് അല്ല. അപ്പൊ ഇത് റൂട്ട് 60 വരണം. അപ്പൊ ഇത് റൂട്ട് 60 ആയിരിക്കും. ഇത് 9 ഇത് 5 9 5 ഗുണിച്ച എത്ര? 45. അപ്പൊ ഇത് റൂട്ട് 45 ആയിരിക്കും. റൂട്ട് 45. അതായത് 45 ഗുണിച്ചാൽ 2 സംഖ്യ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതതിന്റെ റൂട്ട് ഇവിടെ ഉണ്ടാവും. ഇത് ഗുണിച്ചാൽ 30 ആണെങ്കിൽ ഇത് അതിന്റെ റൂട്ട് 30 ആയിരിക്കും. ഇത് ഗുണിച്ചാൽ 8 ആണെങ്കിൽ റൂട്ട്, ഇത് ഗുണിച്ചാൽ 25 ആണെങ്കിൽ റൂട്ട് 25. റൂട്ട് 25 5 നമുക്ക് അറിയാം. അതുകൊണ്ട് 5 പറയും. അപ്പോ റൂട്ട് 8 സെന്റിമീറ്റർ നീളമുള്ള രേഖ വരക്കാൻ പോകുന്നു. ഈ റൂട്ട് 8 എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? റൂട്ട് 50 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? അപ്പൊ റൂട്ട് 8 3നേക്കാൾ കുറച്ച് കമ്മിയാണ്. നമുക്ക് അറിയില്ല, കറക്റ്റ് അറിയില്ല. എങ്കിലും 3നേക്കാൾ കമ്മിയല്ലേ? എങ്ങനെയാണ് റൂട്ട് 8 നീളമുള്ള രേഖ വരക്കാൻ പോയത്? 9 റൂട്ട് 9 3നേക്കാൾ കുറച്ച് കമ്മി. അതിന് വേണ്ടത് ഗുണിച്ചാൽ 8 കൊണ്ട് 2 സംഖ്യ ഓർപ്പിക്കാം. 4 ഉം 2 ഗുണിച്ചു 8 അല്ലേ? ആ
4 പടി 2 പടി ആണെങ്കിൽ ഇത് 4 ഇത് 2 പടി എഴുതിക്കോ. അപ്പൊ അത് കുറിച്ച് അറ്റല്ലേ, അപ്പൊ ഇത് കൂട്ടിട്ടല്ലേ. അപ്പൊ ഇങ്ങനെ ചിത്രം കറക്റ്റ് വെച്ചാൽ മതി. ഇത് കറക്റ്റ് അളവാണ്, ഇത് കറക്റ്റ് കൂട്ടുണ്ടോ. ഇത് 4 ഇത് 2 ആണെങ്കിൽ കുറിച്ച അറ്റാണ്. ഇത് മൊത്തത്തിൽ നീളുണ്ടോ, 4 2 കൂട്ടിയാൽ മതി അല്ലേ. 4 + 2 എത്ര 6. അതായത് 6 നീളമുള്ള രേഖ വരയ്ക്കാം, എന്നിട്ട് വൃത്തം വരച്ചിട്ട് ബാക്കി ചെയ്താൽ മതി. ഓക്കെ, ചോദ്യം ഇതാണ്. √8 സെന്റിമീറ്റർ നീളമുള്ള രേഖ വരയ്ക്കാം. ഡ്രോ എ ലൈൻ ഓഫ് √8 സെന്റിമീറ്റർ. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യുന്നത് ഗുണിച്ചാൽ 8 കിട്ടുന്ന 2 ആൾക്കാരെ കണ്ടെത്തും. 4 2. ഉടനെ ആ 4 2 കൂട്ടി എത്ര നോക്കും, എത്രയാ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് 6 നീളമുള്ള രേഖ വരക്കാം. നീളമുള്ള രേഖ, അതിനെ 4 2 മുറിക്കുക. ഇതില് ഈ ഭാഗം 4 ആണ്, ഇത് 2 ആണ്. 4 2 മുറിച്ച 8 ആയാലേ അത് √8 ഇനി ഇതിന്റെ നാട് എത്ര √8? 6 നാട് 3 അല്ലേ. അവിടെ കോമ്പസ് കുത്തി നടു കണ്ടുപിടിക്കും. ഇവിടെയാണ് 6 നീളം, അതിന് ഇത് 4 2 മുറി, ഇത് തന്നെയൊക്കെയാണ്. ഇനി ഇവിടെ കോമ്പസ് വെച്ച് ഒരു അർദ്ധവൃത്തം വരക്കണം. ഓക്കെ, ഇവിടെ കോമ്പസ് കുത്തി 3 ആരത്തിൽ വൃത്തം വരക്കണം, അർദ്ധവൃത്തം വരക്കണം. ഇനി ഇത് നേരെ 90 ഡിഗ്രി പൊക്കുക. ഇത് 90 ഡിഗ്രിയാണ്. ഇത് 4 2 മുറിച്ച 8 ആണ്. ഇത് മൊത്തം നീളം 6 ആണ്. ഇത് മുറിച്ച 8 ആണെങ്കിൽ ഇത് √8 ഉണ്ടാവും. ഇതാണ് √8 നീളമുള്ള രേഖ. ഇവർ തമ്മിൽ ഗുണിച്ചാൽ ഇതിന്റെ സ്ക്വയർ കിട്ടും. √8ന്റെ സ്ക്വയർ എത്രയാ, 8. ഓക്കെ, ഇത് √8 നീളം കറക്റ്റ് സ്കെയിൽ എന്നാൽ 3നേക്കാൾ കുറച്ച് കമ്മി. √9 ആണെങ്കിലോ, 9 ആണെങ്കിൽ 3 വരച്ചാൽ പോലെ. √8 പറയുമ്പോൾ 3നേക്കാൾ കുറച്ച് കമ്മി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ √20 സെന്റിമീറ്റർ നീളമുള്ള രേഖ വരയ്ക്കും. √20 മേലേക്ക് അല്ലെങ്കിൽ അവിടെ ഇവിടെ ഗുണിച്ച 20. ഗുണിച്ച 20 2 സംഖ്യ ആണ്. 20 ഗുണിച്ചാൽ പിന്നെ 10 2 വേണം എടുക്കാം, 4 5 എടുക്കാം, 4 × 5 എടുക്കാം അല്ലെ. അതിന് 10 × 2 എടുക്കാം, അല്ലെങ്കിൽ 20 × 1 20 × 1 എടുക്കുന്നത്. 20 1 21 നീളം വരക്കട്ടെ. 5 × 4 ആണെങ്കിൽ ഗുണിച്ച 5 4 കൂട്ടാം, എത്രയാ 9. 9 നീളമുള്ള രേഖ വരച്ചാൽ മതി. 10 × 2 ഗുണിച്ച എത്ര 20 ആണ്. അപ്പൊ 10 2 കൂട്ടിയാല് 12 നീളമുള്ള രേഖ വരക്കണം. കുഴപ്പമൊന്നുമില്ല, നമുക്ക് കിട്ടാം. 9 നീളമുള്ള രേഖ വരക്കുക, അതിനെ 5 4 കൊടുക്കാം. ഇതാ 9 നീളമുള്ള രേഖ, അതിന് 5 ഇങ്ങോട്ട് 4 അങ്ങോട്ട്. ഇത് മൊത്തം 9ന് നാട് കൊടുക്കണം 4 അല്ലെ.
ഇതാണ് 4. ഇവിടുന്ന് ഇവിടം വരെയാണ് 5, ഇവിടുന്ന് ഇവിടം വരെയാണ് 4. ഇതിന് 4 കൊടുക്കുമ്പോ ഇവിടെ കോമസ് കുത്തി അർദ്ധത്തെ വരാം. ഇവിടെ കോമസ് കുത്തുന്നു, രണ്ടു ഭാഗത്തേക്കും തുല്യമാക്കി വരക്കുക. ഇനി സെന്റർ അല്ല, ഈ 5 4 കുറിച്ച് ഈ പോയിന്റ് ഇല്ല, അപ്പോ 90 ഡിഗ്രിയിൽ പോകാം. അഞ്ചും 4 കുറിച്ച് 20 ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ആ 20ന്റെ റൂട്ട് ഉണ്ടാവും. ഇതാണ് റൂട്ട് 20 നീളമുള്ള രേഖ. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ പോയിന്റുമായി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.